മോദിയുടെ നിരവധിയായ പൊള്ള വാഗ്ദാനങ്ങളെക്കുറിച്ച് വിവേകമുള്ള നമുക്ക് എല്ലാവർക്കും അറിയാം. നിരവധിയായ പൊള്ള വാഗ്ദാനങ്ങൾ എന്ന് അല്ല, മറിച്ച് മോദി നൽകിയ എല്ലാ വാഗ്ദാനങ്ങളും വെറും പൊള്ളയാണ് എന്നുള്ളതാണ് വസ്തുത. എന്നാൽ BJPയുടെ ഒരു പരിപാടിയിൽ വെച്ച് BJP മേയറുടെ മകൻ മോദിയുടെ പൊള്ളത്തരങ്ങൾ ആളുകളുടെ മുന്നിൽ വ്യക്തമായി തുറന്നു കാണിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലേ? മധ്യപ്രദേശിലെ BJPയുടെ മുഖ്യമന്ത്രിയും നിരവധി മന്ത്രിമാരും MLAമാരും MP മാരും മുതിർന്ന നേതാക്കളും വേദിയിലിരിക്കുമ്പോഴാണ് മോദി എന്നുള്ളത് വെറും പൊള്ളയാണെന്ന്, മോദി പറഞ്ഞ വാഗ്ദാനങ്ങൾ വെറും പൊള്ളത്തരങ്ങളാണ് എന്ന് BJP മേയറുടെ മകൻ മൈക്കിലൂടെ വിളിച്ചു പറയുന്നത്. ഇത് കേട്ട ആളുകൾ ആർത്തലച്ച് കൈയടിക്കുകയും കൂടിയാണ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വന്തം പാർട്ടിയിൽ ഉള്ളവർ തന്നെ മോദിയുടെ പൊള്ളത്തരം തുറന്നു കാണിക്കുന്ന ഈ വൈറൽ വീഡിയോ നമുക്ക് കാണുകയും അവലോകനം ചെയ്യുകയും ചെയ്യാം. ചാനൽ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. മധ്യപ്രദേശിലെ ഇൻഡോറിൽ ഒരു പരിപാടിക്കിടെയാണ് ഈ സംഭവം നടക്കുന്നത്. വളരെ മിടുക്കനായ ഏതാണ്ട് 20 വയസ്സിൽ താഴെ മാത്രം പ്രായമുള്ള ഇൻഡോർ മേയറുടെ മകനാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മുതിർന്ന മന്ത്രിമാരെയും MLAമാരെയും BJPയുടെ മറ്റ് നേതാക്കളെയും സ്വന്തം അച്ഛനെയും സാക്ഷി നിർത്തി മോദിയുടെ എല്ലാ പൊള്ളത്തരങ്ങളും പൊളിച്ചെടുക്കുന്നത്. ഇൻഡോർ മേയർ പുഷ്യമിത്ര ഭാർഗവിന്റെ മകൻ സംഘമിത്ര ഭാർഗവാണ് ഈ അടിപൊളി വൈറൽ പ്രസംഗം നടത്തുന്നത്. അത് നമുക്ക് വ്യക്തമായി കേൾക്കാം. ഇത് മുഴുവൻ നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. കാരണം ഈ മിടുക്കനായ പയ്യൻ കൃത്യമായ ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ എല്ലാം പഠിച്ചിട്ടാണ് മോദിയുടെ പൊള്ളത്തരം സ്വന്തം ആളുകളുടെ മുന്നിൽ കൃത്യമായി പൊളിച്ചു കൊടുക്കുന്നത്. 50 लाख से ज्यादा लोग हर साल टिकट लेने के बाद भी सफर नहीं कर पाते हैं। माननीय अध्यक्ष महोदय, बुलेट ट्रेन का वादा हुआ था, कहा गया था 2022 तक अहमदाबाद से मुंबई सरसराते हुए ट्रेन जाएगी, लेकिन 2025 आ गया है। बुलेट ट्रेन तो नहीं, लेकिन वादा खिलाफी की रफ्तार जरूर दौड़ रही है। ഇപ്പോഴത്തെ സ്ഥിതി എന്താണ് എന്ന് വെച്ചാൽ 50 ലക്ഷത്തിലധികം ആളുകൾക്ക് ട്രെയിൻ ടിക്കറ്റ് എടുത്തിട്ട് പോലും യാത്ര ചെയ്യാൻ സാധിക്കുന്നില്ല. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ബുള്ളറ്റ് ട്രെയിൻ കൊണ്ടുവരുമെന്ന് വാഗ്ദാനം നൽകി. പറഞ്ഞത് 2022 അഹമ്മദാബാദിൽ നിന്നും മുംബൈയിലേക്ക് നിമിഷ നേരം കൊണ്ട് ട്രെയിൻ എത്തും എന്നാണ്. എന്നാൽ ഇപ്പോൾ 2025 ആയിരിക്കുന്നു. എന്നാൽ ബുള്ളറ്റ് ട്രെയിൻ അല്ല ഓടുന്നത്, മറിച്ച് ബുള്ളറ്റ് ട്രെയിനിന്റെ സ്പീഡിൽ 10,000 കണക്കിന് വാഗ്ദാനങ്ങളാണ് ഓടുന്നത്. महोदय, करोड़ों रुपए खर्च हो गए, जमीन अधिग्रहण में घोटाले हो गए, लेकिन बुलेट ट्रेन सरकार की पावर पॉइंट प्रेजेंटेशन से बाहर नहीं आ पा रही है. ആയിരക്കണക്കിന് കോടി രൂപ ചെലവാക്കി റെയിൽവേ വികസനത്തിനു വേണ്ടി ഭൂമി എടുക്കുന്നതിൽ വലിയ അഴിമതിയാണ് നടന്നിരിക്കുന്നത്. എന്നാൽ ബുള്ളറ്റ് ട്രെയിൻ എന്നുള്ളത് സർക്കാരിന്റെ പവർ പോയിന്റ് പ്രസന്റേഷനിൽ നിന്ന് പുറത്തു वന്നിട്ടില്ല. महोदय, सरकार कहती है कि कवच तकनीक सिस्टम से रेल हादसे खत्म हो जाएंगे, लेकिन आपको बात बता दूं कि 10 साल में पिछले 10 साल में 20,000 लोगों ने रेल हादसे में अपनी जान गंवाई है. क्योंकि महोदय, जब रेल के डिब्बे टूटते हैं, रेल पटरी से फिसलती है, तब सिर्फ उस रेल के डब्बे नहीं टूटते, एक माँ की गोद सूनी हो जाती है, किसी बच्चे का भविष्य अंधकार में चला जाता है और एक बूढ़े पिता की आंखों से उसकी आखिरी उम्मीद छीन जाती है. സർക്കാർ പറഞ്ഞത് കവച് ടെക്നിക്ക് വഴി ട്രെയിൻ അപകടങ്ങൾ ഇല്ലാതാക്കും എന്നാണ്. എന്നാൽ നിങ്ങളോട് സത്യം പറയട്ടെ, കഴിഞ്ഞ 10 വർഷങ്ങളിൽ ട്രെയിൻ അപകടങ്ങളിൽ 20,000 ആളുകൾക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. ട്രെയിനിന്റെ ബോഗികൾ പാളം തെറ്റുമ്പോൾ, തകരുമ്പോൾ ട്രെയിൻ ബോഡി മാത്രമല്ല തകരുന്നത്, ഒരു പിതാവിന്റെ സ്വപ്നങ്ങളാണ് തകരുന്നത്. ഒരു കുട്ടിയുടെ ഭാവി അന്ധകാരത്തിൽ ആവുകയാണ്. ഒരു പ്രായം ചെന്ന പിതാവിന്റെ കണ്ണിൽ നിന്ന് അവസാനത്തെ കണ്ണുനീരാണ് പൊഴിയുന്നത്. महोदय, स्टेशन रीडेवलपमेंट की बात होती है, कहते हैं 400 स्टेशन हम एयरपोर्ट जैसे बनाएंगे, बनते कितने हैं? केवल 20. वहाँ पे भी जनता की आवाज आती है कि हाँ, चमकते बोर्ड तो है, लेकिन पीने का पानी महंगा है और भीड़ की भीड़ वही है. റെയിൽവേ സ്റ്റേഷൻ വികസനത്തിന്റെ കാര്യങ്ങൾ പറയുന്നത് 400 റെയിൽവേ സ്റ്റേഷനുകൾ ഞങ്ങൾ എയർപോർട്ട് പോലെ ആക്കുമെന്നാണ്. എന്നാൽ എത്രയാണ് നിർമ്മിച്ചത്? വെറും 20 എണ്ണം. യാത്രക്കാരുടെ പരാതി വരുന്നത് വലിയ വലിയ തിളങ്ങുന്ന ബോർഡുകൾ വെച്ചിട്ടുണ്ട്, പക്ഷേ കുടിക്കാനുള്ള വെള്ളത്തിന് താങ്ങാനാവാത്ത വിലയാണ്. സ്റ്റേഷനുകൾ തിങ്ങി നിറഞ്ഞാണ് ആളുകൾ.
आज मैं आप सभी को कुछ तथ्य प्रस्तुत करना चाहता हूं कि सीएजी की रिपोर्ट 2022 हमें यह बताती है कि 1.25 लाख करोड़ रुपए जो जनता का पैसा स्टेशन बनाने के लिए स्वीकृत किया गया था, उसकी आज भी 80% परियोजनाएं बाकी हैं। उसके बाद जो 78% सुरक्षा पर पैसा खर्च करना था, उसे डाइवर्ट कर दिया गया। ഞാൻ ഇന്ന് നിങ്ങളെല്ലാവരോടും ചില വസ്തുതകൾ പറയാൻ ആഗ്രഹിക്കുകയാണ്, ചില കണക്കുകൾ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്. 2022 CAG റിപ്പോർട്ടിൽ പറയുന്നത് സ്റ്റേഷൻ നിർമ്മിക്കുന്നതിന് വേണ്ടി അനുവദിച്ച ജനങ്ങളുടെ 1,25,000 കോടി രൂപ, അതിന്റെ 80% ഇപ്പോഴും നടപ്പിലാക്കിയിട്ടില്ല. അത് മാത്രവുമല്ല, സുരക്ഷയ്ക്ക് വേണ്ടി ചെലവഴിക്കേണ്ട തുക മുഴുവൻ വഴിമാറ്റിയിരിക്കുകയാണ്. और इकोनॉमिक टाइम्स की 2020 हमें ये रिपोर्ट बताती है कि 300 करोड़ रुपए की कैटरिंग का निवेश एक ही कंपनी को दे दिया। तो मैं आपको ये बताना चाहता हूँ, सरकार कहती है सबका साथ होगा, सबका विकास होगा, लेकिन रेल में हो रहा है दलाल का साथ, निशेष का विकास और जनता का विनाश। എക്കണോമിക് ടൈംസിന്റെ 2020 റിപ്പോർട്ട് നമ്മളോട് പറയുന്നത് 300 കോടി രൂപയുടെ കേറ്ററിംഗ് കോൺട്രാക്ട് ഒരേ ഒരു കമ്പനിക്കാണ് നൽകിയത് എന്നാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്, സർക്കാർ പറയുന്നത് എല്ലാവരുടെയും ഒപ്പം ഉണ്ടാകും, എല്ലാവർക്കും വികാസം ഉണ്ടാവും. എന്നാൽ റെയിൽവേ മന്ത്രാലയത്തിൽ നടക്കുന്നത് ദലാലന്മാരുടെ ഒപ്പം അഴിമതിയുടെ വികസനം, ജനങ്ങളുടെ സർവനാശം എന്നതാണ്. സുഹൃത്തുക്കളെ, ഓർക്കണം, ഇത് പറയുന്നത് BJP മേയറുടെ മകനാണ്. അയാളെ വേദിയിൽ ഇരുത്തിക്കൊണ്ടാണ് അയാളുടെ മിടുക്കനായ ഈ മകൻ സത്യമെല്ലാം ജനങ്ങളുടെ മുന്നിൽ തുറന്നു പറയുന്നത്. ഇത് കേട്ട് അയാൾക്ക് ചിരിക്കണമോ അതോ കരയണമോ എന്ന് അറിയില്ല. അയാൾ തെരുതെരെ വെള്ളം എടുത്ത് കുടിക്കുന്നുണ്ട്, മോദി പാർലമെന്റിൽ ആളുകൾ സത്യം പറയുമ്പോൾ ചെയ്യുന്നത് പോലെ. അതുപോലെ മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവും അവിടെ ഇരുന്ന് വിയർക്കുകയും തെരുതെരെ വെള്ളം കുടിക്കുകയും ആണ്. വേദിയിലിരിക്കുന്ന പലരും ഊറിയൂറി ചിരിക്കുന്നുണ്ട്. കാരണം അവർക്കറിയാം, മോദിയുടെ കീഴിൽ BJPയുടെ കീഴിൽ നടക്കുന്നത് അഴിമതിയുടെ വികസനം മാത്രമാണ് എന്ന്. ഓർക്കണം, അവിടെ ഈ യുവാവിനെ കേൾക്കുന്ന ആളുകളെല്ലാം നിർത്താതെ കൈയടിക്കുകയാണ്. ഇതുപോലെയുള്ള ആളുകളാണ് നമുക്ക് രാഷ്ട്രീയത്തിൽ വേണ്ടത്. ഈ പയ്യൻ ഇപ്പോൾ ഇതുപോലെ സത്യസന്ധമായി, നീതിയുക്തമായി, യാതൊരു ഭീതിയോ ഭയമോ കൂടാതെ ഇവരുടെ മുന്നിൽ വെച്ച് സത്യം വിളിച്ചു പറയാൻ തയ്യാറായി. എന്നാൽ ഭാവിയിൽ വളർന്നു വരുമ്പോൾ ഇങ്ങനെ തന്നെ ആയിരിക്കുമോ എന്ന് ഉറപ്പിക്കാനാവില്ല. ഇങ്ങനെയാണെങ്കിൽ ഇതുപോലെയുള്ള ഒരു 25 യുവാക്കൾ ഓരോ സംസ്ഥാനത്തിലും വന്നെങ്കിൽ നമ്മുടെ രാജ്യം രക്ഷപ്പെടും. റെയിൽവേയിൽ എന്നല്ല, മോദിയുടെ കീഴിൽ എല്ലാ രംഗങ്ങളിലും ഇന്ത്യ പരിപൂർണ പരാജയമാണ്. മോദി ലക്ഷക്കണക്കിന് കോടി രൂപയുടെ വാഗ്ദാനങ്ങൾ വിളിച്ചു പറയും, പക്ഷേ ഒന്നും നടക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ആകെ നടക്കുന്നത് അദാനിയുടെയും അംബാനിയുടെയും മോദിയുടെ കീഴിലുള്ള മന്ത്രിമാരുടെയും മുതിർന്ന BJP പ്രവർത്തകരുടെയും കുടുംബാംഗങ്ങളുടെയും കീശ നിറയുക മാത്രമാണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇത്ര വലിയ അഴിമതിക്കാരായ ഒരു ഭരണകൂടം ഉണ്ടായിട്ടില്ല. അതും ആ പയ്യൻ വ്യക്തമായി പറയുന്നുണ്ട്, കഴിഞ്ഞ 10 വർഷങ്ങളിൽ, അതായത് മോദിയുടെ ഭരണത്തിന് കീഴിലുള്ള 10 വർഷത്തിൽ സർവനാശമാണ് റെയിൽവേയിൽ ഉണ്ടായിരിക്കുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇത്. എങ്കിലും അവരുടെ മുഖ്യമന്ത്രി, സ്വന്തം അപ്പനായ മേയർ, MLAമാർ, മന്ത്രിമാർ എന്നിവരെ വേദിയിലിരുത്തി ഇവരെ സാക്ഷിയാക്കിക്കൊണ്ടാണ് ഈ കൊച്ചുപയ്യൻ സത്യം വിളിച്ചു പറഞ്ഞത്. ഈ ബോധം ഇവരെ പിന്തുണയ്ക്കുന്ന സംഘികളിൽ 10% ഉണ്ടായെങ്കിൽ അന്ന് തീർന്നു മോദിയുടെയും കൂട്ടരുടെയും കാട്ടുകൊള്ള. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്?